മൂവിങ് ചാർജസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത് ഗാൽവനോമീറ്റർ. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് ഗാൽവനോമീറ്ററിനെ നമുക്ക് എങ്ങനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ടോപ്പിക്കിലെ എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പഠിക്കാം. ഗാൽവനോമീറ്റർ നമുക്ക് ചെറിയ കറണ്ട് ഡിറ്റക്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതിനൊരിക്കലും അത് വെച്ചിട്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയാൾ എന്താക്കാം, അമ്മീറ്റർ ആക്കാം. എന്താണ് ആ ചെറിയ മാറ്റം? ബൈ കണക്ടിങ് എ സ്മോൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അങ്ങനെ തന്നെ നിങ്ങൾ എടുത്തു പറയണം, ബൈ കണക്ടിങ് എ സ്മോൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അതിനെയാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുക. എക്സാമിന് ചിലപ്പോൾ ഈ ജിയുടെ വാല്യൂ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഷണ്ടിൻ്റെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഐ ജിയുടെ വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഇതിൽ എസ് എന്നുള്ളത് ഷണ്ടിൻ്റെ വാല്യൂ ആണ്, ഐ ജി ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്, ജി ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്, ഐ ജി എന്താണ് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്, ഐ എന്താണ് മെയിൻ കറണ്ട്. ചില നല്ല ചോദ്യങ്ങളിൽ അവർ ഐ ഏതാ ഐ ജി ഏതാന്ന് ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പോൾ ഈ ഫിഗറിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും, തന്നതിൽ വലിയ കറണ്ട് ആയിരിക്കും എപ്പോഴും ഐ, ചെറിയ കറണ്ട് ആയിരിക്കും ഐ ജി. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ബൈ കണക്ടിങ് എ ലാർജ് റെസിസ്റ്റർ. ഒന്നുകൂടിയും പറയും, ബൈ കണക്ടിങ് എ ലാർജ് റെസിസ്റ്റർ ഇൻ സീരീസ്. ആ ആറിൻ്റെ വാല്യൂ അവർ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വി ഡിവൈഡഡ് ബൈ ഐ ജി മൈനസ് ജി. വി എന്ന് പറയുന്നത് ഇതിൻ്റെ വോൾട്ടേജ് ആണ്, ഐ ജി ഗാൽവനോമീറ്റർ കറണ്ട്, ജി എന്താണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഈ രണ്ട് ഫോർമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ ചോദ്യം ചെയ്ത് കാണിച്ചു തരാം. A moving coil galvanometer of resistance 55 ohm produces a full-scale deflection for a current of 250 milliampere. We want to convert this ammeter for a range of 0 to 3 ampere ആണെങ്കിൽ എസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, പക്ഷെ ഐ ഏതാണ് ഐ ജി ഏതാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, തന്നതിൽ വലിയ വാല്യൂ 3 അല്ലേ, അതിന് നിങ്ങൾക്ക് ഐ ആയിട്ട് കൊടുക്കാം. ഇതിൽ ചെറിയ വാല്യൂ 250 മില്ലി ആംപിയർ അല്ലേ, അതായിരിക്കും ഐ ജി. നേരെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ കണക്ട് ചെയ്യേണ്ട ഷണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 5 ഓം ആണ്. സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി ഞാൻ തരാം. ഇത് വോൾട്ട്മീറ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഫ്ലോയിങ് ത്രൂ എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഐ ജിയുടെ വാല്യൂ തന്നു, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, വോൾട്ടേജിൻ്റെ വാല്യൂ തന്നു. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിന് എന്ത് വാല്യൂ കണക്ട് ചെയ്താലാണ് നമുക്ക് ഇയാൾ ഒരു വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ ഇതുപോലെ നല്ല ചോദ്യങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നീറ്റിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.